Hello everyone. Hi everyone, I'm back again in my new attire. Hi everyone, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് പുതിയൊരു വ്ളോഗ് കൊണ്ട്, ഒരു പുതിയൊരു ലുക്കും ഗെറ്റപ്പും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹായ്, സുഖം എല്ലാവർക്കും. അപ്പം ഇന്ന് ഞാൻ ട്രാവൽ വ്ളോഗ് ആസ് യൂഷ്വൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ ഒരു കം വിത്ത് മീ, ഇന്ന് കാണിച്ചു തരാം. സോ ഇതെൻ്റെ ഒരു ഫോട്ടോ ആണ്, എൻ്റെ ഹാഫ് ഫോട്ടോ ആണ്, ഫുൾ ഫോട്ടോ അല്ല. ഇതെൻ്റെ ഫുൾ ഫോട്ടോ ആണ്. എൻ്റെ ടയർ, എൻ്റെ ജോക്കിൻ, എൻ്റെ ടോപ്പ്, എൻ്റെ പ്ലാസോ. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണം. എൻ്റെ ലുക്കൊക്കെ ഇഷ്ടമായോ? അതായത് ഇപ്പോൾ നമ്മൾ റോഡിലാണ്, നമ്മൾ എൻ്റെ ഹസ്ബൻഡ് ബാക്കിൽ ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കുറേ ഒത്തിരി വിശപ്പുണ്ട്. അത് നമ്മളൊരു ഹോട്ടലിൽ കയറാനെന്ന് ഓർത്തു. അപ്പോൾ പോകുന്ന വഴി ആ ഹോട്ടലിൽ പടമുകൾ സൈഡിലൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യുവാണ് സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഇപ്പം സലാം തട്ടുകടയാണ്. സലാം തട്ടുകട സിഗ്നലിൻ്റെ അവിടെ ഉണ്ട്. സലാം തട്ടുകട നല്ല കടയാണ്, എല്ലാവർക്കും ഒന്ന് കഴിക്കാം. ഇതെൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കാണ് ഞാൻ ഹോട്ടലിൻ്റെ അകത്തിരുന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പൊറോട്ടയും ബീഫ് ഫ്രൈ, സവാള പൊരിച്ച് സവാള ഒക്കെ ഇട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇതെൻ്റെ ഭക്ഷണം, പൊറോട്ടയും ബീഫ് ഫ്രൈയും. ഞാൻ എൻ്റെ ഹസ്ബൻഡും കഴിച്ചു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നോക്കുമ്പം ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ കാജൽ സ്മഡ്ജ്, അതായത് എൻ്റെ കാജൽ സ്പ്രെഡായിപ്പോയി. അത് ഞാൻ ശരിയാക്കുമായിരുന്നു. അപ്പോൾ ശരിയായിട്ടുണ്ട് എൻ്റെ ലുക്കൊക്കെ. സോ ഇപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനിലാണ്. മൈമ പറഞ്ഞ കിഡ് സ്റ്റോറാണ്. ഇവിടെ എല്ലാം കിട്ടും. ടോയ്സ്, ഡ്രസ്, ജനിച്ച പിള്ളേർക്ക്. അതായത് നമ്മൾ ഈ കടയിൽ ചെന്ന് കയറിയേക്കാം. ഞാനും ഹസ്ബൻഡ് ഓർത്തു നമ്മുടെ മകന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും ടോയ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടികളൊക്കെ എൻ്റെ കെട്ടിയൊന്ന് നോക്കുമായിരുന്നു. പക്ഷെ അത് പിന്നീടത്തെ പ്ലാനാണ് മേടിച്ചു കൊടുക്കാൻ. ഇതൊരു നല്ല കടയാണ്. എല്ലാവർക്കും ഈ കടയിൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. മൈമ എന്ന് പറഞ്ഞ സ്റ്റോറിൽ. അപ്പോൾ നമ്മൾ ആ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ബൈക്കിലേക്കാണ്. വിക്ടറി ഗൈസ്. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഹെൽമെറ്റ് ഊരി നല്ല കാറ്റ് ആസ്വദിക്കാൻ ഞാൻ ഓർത്തു. ഇപ്പോൾ ഹെൽമെറ്റ് തിരിച്ചു വെച്ചായിരുന്നു കേട്ടോ എൻ്റെ തലയിൽ. കാരണം നമ്മൾ ബാക്കിലിരിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ ഒബ്രോൺ മോളിലെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഒബ്രോൺ മോളിൽ പോവുകയാണ്. കോസ്മെറ്റിക് ഷോപ്പിൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് എൻ്റെ ഹസ്ബൻഡ് ആദ്യം പാർക്കിംഗ് ഏരിയയിൽ ബൈക്സ് പാർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ ഏരിയ ഉണ്ട് ഒബ്രോൺ മോളിൻ്റെ വെളിയിൽ സൈഡിൽ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മളവിടെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യുക. ഇവിടെ കുറേ ആൾക്കാരുടെ ബൈക്കുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഈദ് വരാൻ പോവാണ്. അതുകൊണ്ട് കുറേ ഫാമിലിയും കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും എല്ലാവരുടെയും ബൈക്കും സ്കൂട്ടിയും റോയൽ എൻഫീൽഡ് എല്ലാം കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ വിക്ടറി ഈദായതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വരാനാകാം മോളിൽ. സോ നമ്മളിപ്പം നടക്കുവാണ് കാർ പോർച്ചിൽ. നടന്നിട്ട് നമ്മൾ മെയിൻ എൻട്രൻസിൽ നടന്ന് പോവുകയാണ്. സോ മോളുടെ എൻട്രി എവിടെ നിന്നാണ് ഞാൻ കാണിച്ചു തരാം. ഒബ്രോൺ മോൾ നിങ്ങളെല്ലാവർക്കും അറിയാം. ഒബ്രോൺ മോൾ ഏറ്റവും പഴയ മോൾ ആണ് കൊച്ചിയുടെ. പക്ഷേ ഏറ്റവും ഫേമസ് മോൾ ഏതാണെന്ന് വെച്ചാൽ ലുലു മോളാണ്. പക്ഷേ ഏറ്റവും പഴയ മോൾ 2008 or 2009 വന്നത് ഒബ്രോൺ മോളാണ്. ഇതെല്ലാം ലേഡീസ് എൻ്റർ ചെയ്യുക, ഹസ്ബൻഡ് എൻ്റർ ചെയ്യുക. മോളുടെ എൻട്രിയാണ്. ഇവിടെ നമ്മൾ കയറി വന്നപ്പം നമ്മൾ ഓർത്ത് നമ്മളൊരു ഐസ്ക്രീം കഴിച്ചേക്കാം. സോ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തൊരു സൺഡേ ഫജ്ജ് പറഞ്ഞൊരു സ്മോൾ സൈസിന് ഐസ്ക്രീം റെഡിയാക്കി തരുന്നത്. ഞാൻ പറഞ്ഞത് ഓറിയോയുടെ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പടം. എൻ്റെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ആളെനിക്ക് ഐസ്ക്രീം തരുക. എന്നാലും ഞാൻ ഒരു പടം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ പിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാം. അതിന് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന് ഒരു 199 rupees ഓഫറിലുള്ള തുണിക്കടയിൽ കയറി. അത് കണ്ടപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു റൗണ്ട് നെക്കിൻ്റെ ബനിയൻ ടോപ്പ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ട്രയൽ റൂമിലാണ്, മെൻസ് ട്രയൽ റൂം. അപ്പോൾ ആണുങ്ങൾ ട്രയൽ റൂമിലാണ്. സോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ആളൊക്കെ ഡ്രസ്സ് ഇട്ട് നോക്കി.
ബനിയൻ ടോപ്പിൻ്റെ ഷർട്ട് ഇട്ട് നോക്കി, അത് നല്ലതായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. സോ ഇത് നല്ലൊരു കടയാണ് ബ്രോൺ മോളിൻ്റെ അകത്ത്. കുറേ തുണിക്കടകളുണ്ട്. ഇവിടെ ബില്ലിംഗ് ഏരിയയിൽ എൻ്റെ ഹസ്ബൻഡ് ബില്ലടിക്കുവാണ്. പിന്നെ ഇവിടെ കുറേ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഐപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പേരും മെയിൽ ഐ ഡിയൊക്കെ. സോ ജസ്റ്റ് 200 റുപ്പീസ് ആയുള്ളൂ. പിന്നെ ഞാൻ ഒരു അടുത്ത ഡെസ്റ്റിനേഷൻ അബ്രോൺ മോളിൽ വന്നത് കോസ്മെറ്റിക് ഷോപ്പാണ്. അത് 2nd ഫ്ലോറിലാണ്. എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റുന്നതാണ്. വിക്ടറി ഗായ്സ്. ഇവിടെ ഞാൻ സാധനങ്ങൾ മേടിച്ചു, പക്ഷേ പൈസ വസൂലാണ്. എല്ലാം മേടിച്ച് കഴിഞ്ഞ് ഞാൻ എസ്കലേറ്ററിലാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് പറയുന്നത്. സോ ഇവിടെ ഞാൻ എസ്കലേറ്ററിലാണ്. സോ എൻ്റെ എൻറ്റയർ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ നോസ് പെയിൻ, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബിന്ദി, അതെൻ്റെ പൊട്ട്, എൻ്റെ ജോക്കിൻ, ജാക്കറ്റ്, എൻ്റെ പ്ലാസോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. സോ ഇവിടെ ഞാൻ വാഴക്കാലയിലെത്തി, എൻ്റെ വീടിൻ്റെ സ്ഥലം. ലാസ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഓർത്ത് ഒരു കോഫി കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ വഴി പോവാം, അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. സോ ഇവിടെ നമ്മൾ കോഫി കുടിക്കാൻ കയറിയിട്ടുണ്ട് കടയിൽ, വാഴക്കാല കടയിൽ, കാക്കനാട് ഭാഗത്തിലാണ്. ഇതാ എത്തി എൻ്റെ കോഫി ഇവിടെ ഉണ്ട്. സോ അതേമാതിരി എൻ്റെ ഹസ്ബൻഡിൻ്റെയും കോഫി റെഡിയാണ്, കുടിക്കുവാണ്. അതോടെ എൻ്റെ വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.